ലോകം പ്രതീക്ഷിച്ചതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടന്ന ചർച്ചയിൽ ഒന്നും സംഭവിച്ചില്ല. പതിവ് പല്ലവി പാടി ഇരുവരും പിരിഞ്ഞതോടെ പശ്ചിമേഷ്യ വീണ്ടും ആക്രമണത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയാണ്. ചർച്ച തീർന്ന ഉടൻ തന്നെ മറ്റൊരു യുദ്ധക്കപ്പൽ കൂടി അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് അയച്ചതാണ് ഏറ്റവും പുതിയ വാർത്തകൾ. ഇനി ചർച്ച ചെയ്ത് സമയം കളയേണ്ടെന്ന നിലപാട് ഇറാനും സ്വീകരിച്ചതോടെ മറ്റൊരു യുദ്ധം ഏത് നിമിഷവും ഉണ്ടായേക്കാമെന്ന സ്ഥിതിയാണ്. എന്നാൽ ഇറാൻ ഒറ്റയ്ക്കല്ല. റഷ്യയും ചൈനയ്ക്കും ഒപ്പം ഇറാന് കരുത്തായി ഹൂതികളും ഹിസ്ബുള്ളയും ഇപ്പോൾ കൂടുതൽ ശക്തരായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാന്റെ കാവലിനായി നിലവിലുള്ളതിനു പുറമെ 10,000-ഓളം പേർ അടങ്ങുന്ന ഒരു സൈനിക സംഘത്തെ തന്നെ ഹൂതികൾ ചെങ്കടൽ മേഖലയിലേക്ക് അയച്ചിരിക്കുകയാണ്. കടുത്ത പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് സൂചന നൽകി ഹൂതി മേധാവി തന്നെയാണ് സൈനികർ പുറപ്പെടുന്ന വീഡിയോയും പങ്കുവച്ചിരിക്കുന്നത്. രംഗം കൈവിട്ടാൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ താവളങ്ങളും ഇസ്രായേലുമായിരിക്കും തങ്ങൾ ആദ്യം ആക്രമിക്കുകയെന്ന് ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇസ്രായേലിന്റെ കേന്ദ്രങ്ങൾ ഇറാൻ സ്പോട്ട് ചെയ്ത വാർത്തയും പുറത്തു വന്നിരിക്കുന്നത് ആശങ്ക ഉളവാക്കുന്നതാണ്. എന്നിട്ടും ട്രംപ് സംഘർഷത്തിന് മാത്രം മുതിരുന്ന രീതിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതോടെ ഒരു കാര്യം വ്യക്തമായി. ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറായ യുഎസിന്റെ ലക്ഷ്യം ഇറാന്റെ മിസൈൽ കരുത്ത് തന്നെയാണെന്നുള്ളത് വ്യക്തമാണ്. ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ പരാജയപ്പെടാൻ കാരണം മിസൈൽ പദ്ധതി ചർച്ചയ്ക്കെടുത്തത് ആണെന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതേസമയം തങ്ങളുടെ മിസൈൽ പദ്ധതി ചർച്ചയ്ക്ക് വിധേയമല്ലെന്ന് ഇറാൻ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ തങ്ങളുടെ മിസൈൽ ശേഷിയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവും വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ഒരു തടസ്സമാകാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ മിസൈൽ ശേഷിയിൽ വിലപേശാൻ കഴിയാത്തതാണ്. ഇസ്ലാമിക വിപ്ലവത്തിന്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരിപാടിയിൽ അലി ഷംഖാനി പറഞ്ഞതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച ഒമാനിൽ യുഎസും ഇറാനിയൻ ഉദ്യോഗസ്ഥരും തമ്മിൽ മധ്യസ്ഥത വഹിച്ച് നടത്തിയ ചർച്ചകൾ വിജയിച്ചില്ല. ആണവ വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾക്കാണ് ഇറാൻ തയ്യാറായത്. അതേസമയം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും പ്രാദേശിക സഖ്യങ്ങളും കൂടി അഭിസംബോധന ചെയ്യാൻ യുഎസ് നിർബന്ധിച്ചപ്പോൾ ഇറാൻ അതിന് സമ്മതിക്കുകയുണ്ടായില്ല. ഞങ്ങൾ ആണവ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാണ്, എന്നാൽ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇറാനിലെ ടെഹ്റാനിൽ നിന്ന് അൽ ജസീറയുടെ അലി ഹാഷിം റിപ്പോർട്ട് ചെയ്തത് ഇപ്രകാരം തന്നെയായിരുന്നു. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലുമായി നടന്ന 12 ദിവസത്തെ യുദ്ധത്തിൽ 610 പേർ കൊല്ലപ്പെട്ടതിന്റെ ഓർമ്മകൾ ഇപ്പോഴും നിലനിൽക്കുന്ന നിരവധി ഇറാനികൾ വീണ്ടും സംഘർഷമുണ്ടാകുമെന്നും ഭയപ്പെടുന്നുണ്ട്. ഇവിടെ പലരും ഇത് പ്രതികൂലമായ ഒന്നിലേക്ക് നയിച്ചേക്കുമെന്ന് വളരെ ആശങ്കാകുലരാണെന്നും പറയപ്പെടുന്നുണ്ട്. വാഷിംഗ്ടണും ടെഹ്റാനും മറ്റൊരു റൗണ്ട് ചർച്ചകൾക്ക് ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകളുണ്ടെങ്കിലും തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ചർച്ചകളെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മിശ്ര സൂചനകളാണ് നൽകിയത്. ആദ്യ റൗണ്ട് വളരെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇറാൻ യുഎസ് ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ സൈനിക നടപടി എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമുണ്ടായി. ഒന്നുകിൽ നമ്മൾ ഒരു കരാറിൽ ഏർപ്പെടും, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ വളരെ കഠിനമായ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം യുഎസ് വാർത്താ സൈറ്റായ ആക്സിയോട് പ്രതികരിച്ചിരുന്നു. ജൂണിൽ 3 ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ യുഎസ് ഇറാനിലേക്ക് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ അയക്കുന്നതും മേഖലയിൽ സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആണവ പരിപാടിയുടെ സമാധാനപരമായ സ്വഭാവം തെളിയിക്കാൻ തന്റെ രാജ്യം തയ്യാറാണെന്നും എന്നാൽ അമിത ആവശ്യങ്ങൾക്ക് വഴങ്ങില്ലെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷക്സിയാൻ ബുധനാഴ്ച വ്യക്തമാക്കിയിരുന്നു. ആക്രമണങ്ങൾക്ക് മുന്നിൽ ഇറാൻ വഴങ്ങില്ല, പക്ഷേ മേഖലയിൽ സമാധാനവും ശാന്തിയും സ്ഥാപിക്കുന്നതിനായി അയൽരാജ്യങ്ങളുമായി ഞങ്ങളുടെ എല്ലാ ശക്തിയുമായും ഞങ്ങൾ സംഭാഷണം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഈ വാക്കുകളുടെ പോരാട്ടം കടന്ന് ഭീഷണികളുടെ ഭാഷയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഈ പശ്ചാത്തലത്തിൽ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ഇത് കടുത്തൊരു മുന്നറിയിപ്പ് കൂടിയായി ഇറാൻ നൽകിയിട്ടുണ്ട്. രാജ്യ തലസ്ഥാനമായ ടെഹ്റാനിന്റെ ഹൃദയഭാഗമായ പലസ്തീൻ സ്ക്വയറിൽ സ്ഥാപിച്ച ഭീമൻ ബാനർ വെറും ഒരു പ്രചാരണ പോസ്റ്റർ മാത്രമല്ല, മറിച്ച് ഇസ്രായേലിനെയും അമേരിക്കയെയും ലക്ഷ്യമിട്ട് ഇറാൻ ഉയർത്തുന്ന തുറന്ന യുദ്ധ സന്ദേശമായാണ് അത് വിലയിരുത്തപ്പെടുന്നത്. ഈ ബാനറിലൂടെ ഇറാൻ നൽകുന്ന സന്ദേശം അതീവ വ്യക്തമാണ്. IDFO അഥവാ ഇസ്രായേൽ പ്രതിരോധ സേനയോ അമേരിക്കൻ സൈന്യമോ ഇറാനെ ആക്രമിച്ചാൽ പ്രതികാരം ഇസ്രായേലിന്റെ മണ്ണിലേക്കാണ് പതിക്കുക. അതും ഒരു ചെറിയ മറുപടിയല്ല, മറിച്ച് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം എന്ന അതിശക്തമായ മുന്നറിയിപ്പാണ് ബാനറിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും സംഘർഷഭരിതമായ മേഖലയായ മിഡിൽ ഈസ്റ്റിൽ ഇത്തരമൊരു പരസ്യ ഭീഷണി ഉയരുന്നത് ഇരു രാജ്യങ്ങൾക്കിടയിലെ സംഘർഷം എത്രത്തോളം അപകടകരമായി മാറിയിരിക്കുകയാണ് എന്നതിന് തെളിവായി മാറിയിട്ടുണ്ട്. പ്രശസ്ത മാധ്യമമായ വിയോൺ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിലും ഈ ബാനറിൽ പറയുന്നതിനെക്കുറിച്ച് വ്യക്തത വരുത്തിയിട്ടില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്.
എങ്കിലും ബാനർ സ്ഥാപിച്ചതും അതിലെ സന്ദേശം വ്യാപകമായി പ്രചരിച്ചതും ഇറാൻ തങ്ങളുടെ നിലപാട് വെറും നയതന്ത്ര പ്രസ്താവനകളിൽ ഒതുക്കാതെ തുറന്ന മുന്നറിയിപ്പായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെ ഇറാനിൽ ഉയർന്ന ഈ ബാനർ ഈ രാജ്യത്തിന്റെ ഭീഷണി മാത്രമല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിലെ വീണ്ടും യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയായി മാറിയിട്ടുണ്ട്. ബാനറിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു ഭൂപടം ഏറെ ശ്രദ്ധ പിടിച്ചു വച്ചിട്ടുണ്ട്. മധ്യ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുള്ള ഈ മാപ്പിൽ നിരവധി പ്രധാന തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. അതിൽ ബെൻഗുരിയോൺ വിമാനത്താവളം, ടെല്ലവീവിലെ IDFന്റെ പ്രധാന ആസ്ഥാനം എന്നറിയപ്പെടുന്ന കിരിയ ബേസ്, ഗ്ലിലോട്ടിലുള്ള IDF ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ ബേസ് എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ പ്രദേശത്തുടനീളമുള്ള മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ ഇറാൻ തന്റെ ലക്ഷ്യങ്ങൾ കൃത്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നും ആക്രമണം ഉണ്ടായാൽ പ്രതികാരം ആസൂത്രിതമായിരിക്കുമെന്ന സന്ദേശവും കൂടി നൽകുന്നുണ്ട്. ഈ ബാനറിലെ മറ്റൊരു ശ്രദ്ധേയമായ ഘടകം അതിലെ ദൃശ്യാവിഷ്കാരം കൂടിയാണ്. കടും ചുവപ്പ് നിറത്തിലുള്ള ഫയർ ബട്ടൺ ഉൾക്കൊള്ളുന്ന ഒരു സൈനിക മേശ, ഒരു യുദ്ധവിമാനം, 2 ബാലിസ്റ്റിക് മിസൈലുകൾ, ഒരു റേഡിയോ എന്നിവയും ബാനറിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഇതോടൊപ്പം ചില രാഷ്ട്രീയ കുറിപ്പുകളും ദൃശ്യങ്ങളായി ചേർത്തിട്ടുണ്ട്. യു സ്റ്റാർട്ട് ഇറ്റ്, യു ഫിനിഷ് ഇറ്റ് എന്ന ഇംഗ്ലീഷ് തലക്കെട്ടാണ് ഈ ബാനറിന് മുകളിൽ എഴുതിയിരിക്കുന്നത്. ഈ വാചകം ഇറാന്റെ കടുത്ത പ്രതികാര നയം വ്യക്തമാക്കുന്നതാണ് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അതേസമയം ബാനറിൽ നൽകിയിരിക്കുന്ന മാപ്പിൽ ജെറുസലേം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജെറുസലേം പോലുള്ള നിർണായകമായ ഒരു നഗരം മാപ്പിൽ കാണാത്തത് വിവിധ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. എന്നാൽ ഇത് എന്തുകൊണ്ടാണെന്നതിനെക്കുറിച്ച് ഔദ്യോഗിക വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. ഇറാന്റെ ഈ നീക്കത്തിന് ഇസ്രായേൽ ഔദ്യോഗികമായി എങ്ങനെ പ്രതികരിക്കും എന്നതും ശ്രദ്ധേയമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിട്ടില്ല. എങ്കിലും ഇസ്രായേൽ പ്രതിരോധ സേന അതീവ ജാഗ്രതയിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാനെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി നെതന്യാഹു അമേരിക്കയിൽ എത്തിയതിന് പിന്നാലെയായിരുന്നു ഇത്തരം സംഭവവികാസങ്ങൾ നടന്നത്. ഇതിനിടെ ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ശക്തമായ സമ്മർദ്ദ തന്ത്രങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനുമായി ഒരു ആണവ കരാർ ഉണ്ടാക്കാൻ താൽപ്പര്യമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം ഒഴിവാക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഫെബ്രുവരി 7-ന് അമേരിക്കൻ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരെഡ് കുഷ്ണറും US സെൻട്രൽ കമാൻഡിന്റെ കമാൻഡർ ബ്രാഡ് കൂപ്പർ എന്നിവർ അറേബ്യൻ കടലിൽ USS എബ്രഹാം ലിങ്കൺ സന്ദർശിച്ചതും ഇറാനെ ചുറ്റും US സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചതും സംഘർഷം കൂടുതൽ കടുപ്പിച്ചതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. കൂടാതെ അമേരിക്കൻ എംബസി തങ്ങളുടെ പൗരന്മാരോട് ഉടൻ രാജ്യം വിടാൻ ആവശ്യപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതും സ്ഥിതി അതീവ ഗുരുതരമാണെന്ന സൂചനയായി കണക്കാക്കപ്പെടുകയാണ്. ട്രംപ് നടത്തിയ ചില പരാമർശങ്ങളും സാഹചര്യത്തെ കൂടുതൽ കടുപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി വളരെ ആശങ്കാകുലനാണെന്ന് എന്നാണ് ട്രംപ് പ്രസ്താവിച്ചിരിക്കുന്നത്. അതോടൊപ്പം US ഉപരോധങ്ങൾക്കിടയിലും ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളിൽ താരിഫ് ചുമത്താൻ ആവശ്യപ്പെടുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചതും ഇറാനെ സാമ്പത്തികമായി കൂടുതൽ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നതിനിടയിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി 37 വർഷത്തിനിടെ ആദ്യമായി ഒരു പ്രധാന സൈനിക യോഗം ഒഴിവാക്കിയതും വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. ഫെബ്രുവരി 8-ന് നടന്ന വ്യോമസേന കമാൻഡർമാരുമായുള്ള വാർഷിക യോഗത്തിലാണ് ഖമേനി പങ്കെടുക്കാതിരുന്നത്. COVID-19 പാൻഡമിക് കാലത്ത് പോലും അദ്ദേഹം ഈ യോഗം ഒഴിവാക്കിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ പശ്ചാത്തലത്തിൽ അമേരിക്ക ഇറാൻ ആണവ കരാർ യുദ്ധഭീഷണി അവസാനിപ്പിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും വീണ്ടും സജീവമായി ഉയർന്നിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ആണവ കരാർ ട്രംപ് സൈനിക ഭീഷണികൾ കുറയ്ക്കുന്നതോടെ സംഘർഷം ലഘൂകരിക്കാൻ സഹായിക്കുമെന്ന് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. JCPOAയ്ക്ക് ശേഷം അവസാനിക്കുന്ന ഇറാനിലെ IAEA പരിശോധനകൾ പുനഃസ്ഥാപിക്കാൻ ഒരു പുതിയ കരാർ സാധിക്കുമെന്ന വിലയിരുത്തലും ചില വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ ഇറാൻ തന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി വിലപേശാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നതിനാൽ കരാർ ചർച്ചകൾക്ക് വലിയ തടസ്സങ്ങളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.